ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും റെഡിയാക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് ദോശ പല വെറൈറ്റിയിൽ നമ്മൾ റെഡിയാക്കാറുണ്ട്. ഒരു മുട്ട കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു കിടിലൻ ഗോതമ്പ് ദോശ എന്ന് നമുക്ക് റെഡിയാക്കാട്ട. 3/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. മാവ് കലക്കിയെടുത്തിട്ട് കട്ടകൾ ചെയ്യാണ്ട് ഇപ്പം ഈ പാകത്തിന് കലക്കിയേക്കണം. ഇനി നമുക്കിതിൽ 2 സ്റ്റെപ്പ് ചെയ്യാണ്ട് അതിൻ്റെ ശേഷം വേണം കുറച്ചും കൂടി ലൂസാക്കാനായിട്ട്. ഫസ്റ്റ് ഇതിനൊരു ചമ്മന്തി റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 4 വെളുത്തുള്ളി, കുറേ കഷ്ണം ഇഞ്ചി, 2 ചുവന്ന മുളക്, 1 പച്ചമുളക്, 1 സവാള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. സവാള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് പകുതി തക്കാളി ചേർക്കുന്നുണ്ട്, കുറച്ച് വേപ്പില. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഓൾറെഡി മാവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ഉണ്ടാക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം തൊട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. 1/4 കപ്പിലും കുറവ് പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ തണുത്തുണ്ട്, നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ പൊട്ടുകടല ചേർത്തതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാട്ട. 1/4 കപ്പ് ചെറുകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തേക്കണേ. മാവിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 3/4 കപ്പ് മാവായ കാരനാണ് 1 മുട്ട പൊട്ടിച്ചൊഴിക്കണേ. നിങ്ങൾ മാവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുട്ട 2 ആക്കിക്കോളൂ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവിൽ മുട്ട നല്ലോണം മിക്സ് ആവും. മുട്ട ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി ഇതിലേക്കാണ് കേട്ടോ ചേർക്കാൻ പോണേ. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്താൽ മതി. ഇപ്പം മാവ് നല്ല കട്ടിയിലുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ചമ്മന്തി, മുട്ട എല്ലാം മിക്സ് ചെയ്തു കേട്ടോ. ഈ പാകം വേണം മാവിന്. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. അതുപോലെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളാം. പാനിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ക്രിസ്പി ദോശയായിട്ടല്ല നമ്മൾ ഉണ്ടാക്കണേ, തട്ട് ദോശ പോലെ ഉണ്ടാക്കണേ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമുക്ക് സൈഡിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം റെഡി ആവുമ്പോൾ മറിച്ചിടാം. ഒരു ദോശ റെഡി ആയിട്ട് അടുത്ത ദോശ ഒഴിക്കുമ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യൊന്നും വേണ്ടാട്ട. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി എടുത്തു. ഞാൻ എടുത്ത അളവിന് 6 ദോശയാണ് കേട്ടോ വരുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചമ്മന്തി മുട്ടയൊക്കെ ചേർത്ത് ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടാവും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യോട്ടെ. ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കണ ഒരു റെസിപ്പിയും കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.